ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചത് കോട്ടവട്ടം ആനിവിലാസത്ത് ജോജോ. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ഭരണകൂട തലത്തിൽ അഴിമതി വർദ്ധിച്ചതായി KB ഗണേഷ് കുമാർ MLA. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെയും വിമർശനം. സമീപവാസി വഴി തടസ്സപ്പെടുത്തിയെന്ന പരാതിയുമായി വീട്ടമ്മ രംഗത്ത്. വഴി തടസ്സപ്പെടുത്തിയതോടെ കാർ റോഡിലിറക്കാൻ കഴിയാതായി. വാർത്തകൾ വിശദമായി. ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കോട്ടവട്ടം ആനിവിലാസത്ത് ജോജോയാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെ ചെമ്മന്തൂർ ജംഗ്ഷൻ സമീപത്തായിരുന്നു അപകടം. പുനലൂർ നഗരസഭാ സ്റ്റേഡിയത്തിനു സമീപം ദേശീയപാതയിലാണ് അപകടം. കുന്നിക്കോട് ഭാഗത്തു നിന്ന് വന്ന സ്കൂട്ടറും ജോജോ സഞ്ചരിച്ചിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ജോജോയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമധ്യേ മരിച്ചു. മാർബിൾ കടയിൽ സെയിൽസ്മാനായി ജോലി നോക്കിയിരുന്ന ജോജോ അവിവാഹിതനാണ്. കുഞ്ഞുമോൻ, മറിയാമ്മ എന്നിവർ മാതാപിതാക്കളും ആനി, ഷൈനി എന്നിവർ സഹോദരങ്ങളുമാണ്. അപകടത്തിൽ പരിക്കേറ്റ പട്ടാഴി സ്വദേശിയായ യുവാക്കൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ഡെസ്ക്, പുനലൂർ. ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം തെന്മല ഗ്രാമപഞ്ചായത്ത് പുതുതായി നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലൈലജ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 10-ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലൈലജ നാട മുറിച്ചു കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. വേൾഡ് ബാങ്ക് ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചിലവിട്ടാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പണി പൂർത്തീകരിച്ചത്. ഒറ്റക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രം സംരക്ഷിക്കേണ്ട ചുമതല കൂടി വിദ്യാർത്ഥികൾക്കുണ്ടെന്ന് R. ലൈലജ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ K. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഒറ്റക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L. ഗോപിനാഥപിള്ള, തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം R. സുരേഷ്, ഒറ്റക്കൽ സ്കൂൾ PTA പ്രസിഡന്റ് S. ബാഹുലേയൻ, SMC അംഗങ്ങളായ അജി കാർത്തിക, സുരേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല.
ഡിവൈഎഫ്ഐ ഇളമ്പൽ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ബി അജയകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാവിലെ റാലിയും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയൊക്കെ ചേരുന്ന സമ്മേളനങ്ങൾ പ്രവർത്തകരെ നേതാക്കന്മാരെ പഠിച്ച് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനമെടുക്കുന്ന തികച്ചും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്നതിന്റെ മനസ്സിലാക്കുക. പ്രവർത്തന റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ട് എന്നിവയും അവതരിപ്പിച്ചു. സിപിഎം ഏരിയ സെക്രട്ടറി എൻ ജഗദീശൻ, ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് സജീഷ്, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വിജയൻ, ഡിവൈഎഫ്ഐ പത്തനാപുരം ബ്ലോക്ക് സെക്രട്ടറി എ ബി അൻസാർ, സിപിഎം എൽസി സെക്രട്ടറി റോയ് മാത്യു, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഹരിയാനയിൽ നടന്ന ദേശീയ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ മേഘ മറിയം മാത്യുവിനെയും കേരള സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രിയിൽ PhD നേടിയ ഷീബ അലക്സാണ്ടറിനെയും സമ്മേളനത്തിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ഭരണകൂട തലത്തിൽ അഴിമതി വർദ്ധിച്ചു വരുന്നതായി കെ ബി ഗണേഷ് കുമാർ MLA. ആധാരമെഴുത്ത് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം പത്തനാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധാരമെഴുത്ത് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം സെൻട്രൽ ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണകൂട അഴിമതിയും ഉദ്യോഗസ്ഥ അഴിമതിയും ചേർന്ന് സംസ്ഥാനത്ത് ജനങ്ങളുടെ രക്തം ഊറ്റിക്കുടിക്കുകയാണെന്ന് കെ ബി ഗണേഷ് കുമാർ ആരോപിച്ചു. ആധാരമെഴുത്തുകാർ ബന്ധപ്പെടുന്ന രജിസ്ട്രേഷൻ വകുപ്പിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും സ്ഥലം മാറ്റത്തിനായി മന്ത്രിമാർ തന്നെ നേരിട്ട് കൈക്കൂലി ചോദിക്കുന്ന ഇടപാട് ഈ കാലഘട്ടത്തിലേതുപോലെ ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ രജിസ്ട്രേഷൻ ഒന്നും നടക്കുന്നില്ല, സർവറിന്റെ നടുപൊടിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? തല്ലിപ്പൊളി സാധനം വാങ്ങിച്ചു വെച്ചാൽ എങ്ങനെ പോകാതിരിക്കുന്നേ? എളുപ്പം ഒരു വഴിയുണ്ട്. സർവീസ് ഈ നമ്മുടെ പർച്ചേസ് മാനുവൽ, ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ഉണ്ട്, നിങ്ങളെല്ലാം നിയമം അറിയുന്നവരാ. പർച്ചേസ് മാനുവലിൽ പഴയ മേശയും കസേരയും വാങ്ങുന്ന അതേ രീതിയിലാണ് കമ്പ്യൂട്ടർ വാങ്ങാനും പറയുന്നത്. ക്വാളിറ്റിയെ കുറിച്ച് എവിടെയും പറയുന്നില്ല. ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ നമ്മളെ കടയിലേക്ക് വാങ്ങിക്കുന്നു, വ്യാപാരികൾ ഇപ്പൊ ജോജോയുടെ കടയിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു കടയിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങുക, അപ്പൊ സ്വാഭാവികമായിട്ടും വില നമ്മൾ ബാർഗെയിൻ ചെയ്യും. വില എന്തോ കുറച്ച് കിട്ടും എന്ന് ചോദിക്കും. അപ്പൊ വേറെ കാര്യങ്ങൾ ചോദിക്കും, നല്ല സാധനമാണോ, എന്തോ ഗ്യാരണ്ടി ഉണ്ട്, ഇത് ക്വാളിറ്റി ഉള്ളതാണോ, അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളെ വിളിച്ചേച്ച് നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനൊരു കമ്പ്യൂട്ടറാണ് നമുക്ക് വേണ്ടത്, അതിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കണം, നമുക്ക് ചീത്തയായിപ്പോ എപ്പോഴെപ്പോഴും മാറ്റാനൊക്കത്തില്ല, കാരണം കടയിലെ കംപ്ലീറ്റ് രേഖകളും ഒക്കെ കിടക്കുന്ന സാധനം ചീത്തയായി നമുക്ക് മാറ്റാനൊക്കത്തില്ല, അതുകൊണ്ട് ഇതിന് ഗുണമുള്ളതാണോ എന്ന് ചോദിക്കും, ചോദിച്ചേച്ച് വാങ്ങും. പക്ഷെ കേരളത്തിലെ പർച്ചേസ് മാനുവലിൽ ഗുണമുള്ളതാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഇവർക്കൊക്കെ ഒരു അനുഗ്രഹം. വില കുറച്ച് കിട്ടാം, ആക്രി സാധനം വില കുറച്ച് കിട്ടും. ഈ കമ്പ്യൂട്ടർ എന്ന സാധനം ഒരു അസംബ്ലിംഗ് ടെക്നോളജിയാ. തൈവാനിൽ പോയാൽ എല്ലാ സാധനവും ആക്രി വിലയ്ക്ക് കിട്ടും. ഞാൻ KSRTCയുടെ മന്ത്രിയായിരിക്കുന്ന കാലത്ത് KSRTCക്ക് ആദ്യം ആവശ്യമായ മുഴുവൻ കമ്പ്യൂട്ടറും KSRTC ജീവനക്കാരെ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലായിടും കമ്പ്യൂട്ടർ വയ്ക്കാൻ തീരുമാനിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് ടിക്കറ്റിംഗ് മെഷീൻ കൊണ്ടുവന്നു. ആരുടെയും ജോലി പോയില്ലല്ലോ. അന്ന് എല്ലാവരും സംശയം ടിക്കറ്റിംഗ് മെഷീൻ വരുന്നതോടെ കണ്ടക്ടർമാരെയും ക്ലാർക്കന്മാരെയൊക്കെ ജോലി പോകുന്ന. കേരളത്തിൽ ആരുടെയും ജോലി പോയില്ല. പക്ഷേ ടിക്കറ്റ് മെഷീൻ വിജയകരമായി KSRTC നടപ്പിലാക്കി. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ അതിരൂക്ഷമായ ആക്ഷേപങ്ങളാണ് കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉയർത്തിയത്. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ 20ാമത് കൊല്ലം ജില്ലാ സമ്മേളനമാണ് പത്തനാപുരത്ത് സംഘടിപ്പിച്ചത്. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആധാരമെടുത്ത് ജീവനക്കാരിൽ നിന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീഷ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീമതി അരുണാമനായിരുന്ന ശ്രീ സുനിൽകുമാർ, തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീമതി കൃഷ്ണകുമാരി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് നജീബ് മുഹമ്മദ് ധനസഹായ വിതരണം നടത്തി. മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ജോജോ കെ എബ്രഹാം, സംസ്ഥാന ജില്ലാ നേതാക്കളായ OM ദിനകരൻ, എസ് കൃഷ്ണസ്വാമി പിള്ള, അനിൽകുമാർ, കെ രാജേന്ദ്രൻ പിള്ള, കെ സുകുമാരപിള്ള, TV അനിൽകുമാർ, ജെ രാജേന്ദ്രൻ പിള്ള, EK നളിനാക്ഷൻ, പൊന്നമ്മ ജെയിൻ, അജയൻ, വി സലീം, A അൻസാർ, ജെ രാജേന്ദ്രൻ പിള്ള എന്നിവർ സംസാരിച്ചു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം, പൊതുസമ്മേളനം, ധനസഹായ വിതരണം, പ്രതിനിധി സമ്മേളനം എന്നിവയും നടന്നു.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്. കടകാലിയാക്കൽ വിൽപ്പനയോടനുബന്ധിച്ച് ന്യൂ ഇയർ ഓഫർ 5/1/2016 മുതൽ 5/2/2016 വരെ. 500 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ തുണിത്തരങ്ങൾക്കും 60% ഡിസ്കൗണ്ട്. 500 രൂപയ്ക്ക് താഴെയുള്ള തുണിത്തരങ്ങൾക്ക് പകുതി വില. 100 രൂപ മുതൽ 200 രൂപ വരെയുള്ള ബ്ലൗസ് പീസ് 1 മീറ്റർ വെറും 40 രൂപ മാത്രം. 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് 1 മീറ്റർ വെറും 100 രൂപ മാത്രം. ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്, നിയർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ചെമ്മന്തൂർ ജംഗ്ഷൻ, പുനലൂർ. എക്സ് എംപ്ലോയീസ് അസോസിയേഷൻ ഓഫ് ഓയിൽ പാം ഇന്ത്യയുടെ വാർഷിക പൊതുയോഗവും ഡയറക്ടറി പ്രകാശനവും സംഘടിപ്പിച്ചു. വാർഷിക പൊതുയോഗം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എസ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ സർവീസിൽ നിന്നും വിരമിച്ച ഓഫീസർ, സ്റ്റാഫ്, വർക്കർ തസ്തികകളിൽപ്പെട്ട ജീവനക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി രൂപീകൃതമായ സംഘടനയാണ് എക്സ് എംപ്ലോയീസ് അസോസിയേഷൻ ഓഫ് ഓയിൽ പാം ഇന്ത്യ. രോഗാവസ്ഥയിലുള്ള നിർധനരായ അംഗങ്ങൾക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ സാമ്പത്തിക സഹായം എത്തിക്കുന്നതിൽ സംഘടന വിജയിച്ചിട്ടുണ്ട്. കുടുംബസംഗമങ്ങൾ, വിനോദയാത്രകൾ എന്നിവ സംഘടിപ്പിക്കുക വഴി അംഗങ്ങൾക്ക് തമ്മിൽ പരസ്പര സഹകരണവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്നതിനും സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കലോടുകൂടി ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ എത്തിച്ചേരുന്നവർക്ക് സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതോടെ പുത്തൻ ഉണർവ് ലഭ്യമായിട്ടുണ്ട്. വാർഷിക പൊതുയോഗം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എസ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഡയറക്ടറി പ്രകാശനവും നിർവഹിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ടി രാജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എ കുഞ്ഞുകുട്ടി, ജോയ്ക്കുട്ടി, എ ഇബ്രാഹിംകുട്ടി, KG വിദ്യാധരൻ, G രാജമ്മ, സുപ്രിയ, ഏരൂർ മോഹനൻ, KC ഉണ്ണികൃഷ്ണൻ, അമ്പലംകുന്ന് മോഹൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മണിയാർ പരവട്ടം ആദിച്ചൻ കോളനിയിൽ ചിക്കൻ പോക്സ് പടർന്നു പിടിക്കുന്നതിനെതിരെ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തു. പുനലൂർ ഹോമിയോ ആശുപത്രിയുടെയും നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മരുന്നുകൾ വിതരണം ചെയ്തത്. രോഗബാധിതർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരവട്ടം വാർഡ് കൌൺസിലർ സുജി ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പുനലൂർ മുനിസിപ്പൽ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിരോധ വാക്സിൻ ഇന്ന് നൽകുന്നത് നമ്മുടെ ഹോമിയോ ആശുപത്രിയാണ്, ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ മാസം അവസാനം മുതൽ ഇപ്പോൾ നമുക്ക് വാർഡിൽ ഒരു ഡോക്ടർ, നേഴ്സോ ആഴ്ചയിൽ ഒരു ദിവസം വരികയും മരുന്ന് പരമാവധി ഫ്രീ ആയിട്ട് അവിടെ തന്നെ കൊടുക്കുകയും 60 വയസ്സിന് മേളിലുള്ളവർക്ക് ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ APL BPL വ്യത്യാസമില്ലാതെ സൗജന്യമായി കൊടുക്കാനും ചെയ്യുന്ന ഒരു പദ്ധതി നഗരസഭ ഇപ്പം എല്ലാം തീരുമാനിച്ചതിന്റെ ഉദ്ഘാടനം കൂടി നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാർഡിൽ എത്തിച്ചേരും. നമ്മുടെ ഇപ്പോൾ ഇവിടെ തീരുമാനിച്ചേക്കും നമ്മുടെ
മണിയാർ ജംഗ്ഷനിലാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം, അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലെ OP കുറയ്ക്കുക എന്നതാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മളൊരു ഹെൽത്ത് കാർഡ്, എല്ലാ ആളുകളുടെയും ഹെൽത്ത് ഹിസ്റ്ററി കളക്ട് ചെയ്ത് അത് കാർഡാക്കി നമുക്ക് നിങ്ങൾക്കെല്ലാം നൽകാനുള്ള ഒരു പദ്ധതി നമ്മൾ എടുക്കുന്നുണ്ട്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ്, ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. ഡോക്ടർ S. അജിതയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സമീപവാസി വഴി തടസ്സപ്പെടുത്തിയെന്ന പരാതിയുമായി വീട്ടമ്മ രംഗത്ത്. വഴി തടസ്സപ്പെടുത്തിയതോടെ ഇവരുടെ കാർ റോഡിലിറക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. ചിതറ മുള്ളിക്കാട് സൂര്യകുളം നിതിൻ ഭവനിൽ ഉഷാകുമാരിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പ്രമാണത്തിൽ പറഞ്ഞിരുന്ന വഴിയാണ് സമീപത്തെ സ്ഥലമുടമ പാറയിറക്കി തടസ്സപ്പെടുത്തിയത്. ഇതുമൂലം ഇവരുടെ കാർ റോഡിൽ ഇറക്കാൻ കഴിയാതെയായി. ദിവസങ്ങൾക്ക് മുൻപേ സമീപത്തെ സ്ഥലമുടമ അതിർത്തി കെട്ടുന്നതിനായി എത്തിയിരുന്നു. ഇതേ തുടർന്ന് തർക്കമുണ്ടായി. JCB ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് തിങ്കളാഴ്ച വരെ യാതൊരു നിർമ്മാണ പ്രവർത്തനവും നടത്തരുതെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ ഉഷാകുമാരി കേസിന്റെ കാര്യത്തിനായി കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് സ്ഥലമുടമ വഴി തടസ്സപ്പെടുത്തി പാറ ഇറക്കിയിടുകയായിരുന്നു. ഇതോടെ ഇവരുടെ കാർ പുറത്തിറക്കാൻ കഴിയാതെയായി. ഓട്ടോ ഇറങ്ങി വരാനുള്ള വഴി ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ആ വഴി ഞങ്ങൾ വൃത്തിയാക്കി എടുത്ത് ഞങ്ങളെ കാറ് ഞങ്ങളെ ഇറക്കിയതിൻ്റെ പിറ്റേന്ന് അവർ JCB കൊണ്ടുവന്ന് കിഴക്കും ഭാഗത്തുള്ള ബഷീർ എന്ന് പറയുന്ന അയാൾ ഇവിടെ ഇല്ല, നാട്ടിലാണ്. അങ്ങനെ വൈബ് വന്ന് ഇങ്ങനെ ചെയ്തു വെച്ചതിൻ്റെ ബാക്കിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് 2.5 മണിക്കൂർ എടുത്ത് ഞങ്ങൾ ആ മണ്ണ് നിവർത്തിയിട്ട് വഴി വൃത്തിയാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ പോലീസ് വന്ന് ഞങ്ങളടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് അവർ ഞങ്ങളെല്ലാം ഇവിടെ ആളില്ല എന്ന സമയത്ത് അവിടെ നിന്നപ്പോഴത്തേനും ഇവിടെ പാറ കൊണ്ടുവന്ന് ഇറക്കി ഇവിടെ കുറുകെ കൊണ്ടിട്ട് ഞങ്ങൾക്കിപ്പോൾ എൻ്റെ മോനിന്ന് ഉച്ചയ്ക്ക് ശേഷം വർക്കുണ്ട്. ആ വർക്കിന് പോകാൻ വണ്ടി എടുക്കാനോ പറ്റുന്നില്ല, സാധനം എടുക്കാനും പറ്റുന്നില്ല. ഞങ്ങളിപ്പോൾ നാട്ടുകാരുടെ റബ്ബർ മലയിൽ കൂടെയാണ് ഞങ്ങൾ വഴി കിടക്കണം. ആ സാഹചര്യം അവരെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇന്നലെ പോലീസ് SI പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവരെ വിളിച്ച് ഇനി തിങ്കളാഴ്ച വരെ ഒരു കൃത്രിമങ്ങളും ഇവിടെ കാണിക്കരുതെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അവരത് കേൾക്കാതെ ഞങ്ങൾ അവിടെ ഇരിക്കവേ അവർ ഈ വേല ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയി. ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു. ഞങ്ങൾക്ക് നീതി കിട്ടണം, ഞങ്ങൾക്ക് ഞങ്ങളെ വഴി കിട്ടണം. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായ KV സദാനന്ദന്റെ പേരിൽ ആരംഭിച്ച ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും 11-ന് നടക്കും. രാവിലെ 11-ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളുടെ പ്രദേശത്തെ ആളുകളുടെ മാർഗദർശിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സജീവ പ്രവർത്തനം CPM-ന്റെ അമരക്കാരനുമായിരുന്ന സഖാവ് KV സദാനന്ദന്റെ പേരിലുള്ള ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും കേരളത്തിന്റെ പ്രിയകരനായ പ്രതിപക്ഷ നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ തിങ്കളാഴ്ച 11 മണിക്ക് ഒരു പാടത്ത് ജംഗ്ഷനിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിന് ഈ നാട്ടിലെ പ്രദേശവാസികളായ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികളും മതേതര പ്രസ്ഥാനത്തിൻ്റെ ആളുകളും പങ്കെടുക്കണമെന്നും പാടം പോലെയുള്ള കിഴക്കൻ മലയോര പ്രദേശത്തിൻ്റെ പഴയതുപോലെ ചുവപ്പണിയിക്കുന്നതിന് വേണ്ടി സഖാവ് VS എത്തുന്നത് പാടത്തെ പരിസര പ്രദേശങ്ങളിലെ മലയോര മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടാകും. ചടങ്ങിന്റെ ഭാഗമായി സദാനന്ദൻ സ്മാരക ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ നിർധനർക്കുള്ള ഭവനത്തിന്റെ താക്കോൽ ദാനവും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സജീവ് റാവുത്തർ, കൺവീനർ PS രാജു, ട്രസ്റ്റ് ചെയർമാൻ വരുൺ ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി അരുൺ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം.
മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. വെട്ടിപ്പുഴ സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വെട്ടിപ്പുഴ സൗത്ത് റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് P. കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിക്ക് ദോഷം വരുന്ന നിലയിൽ മനുഷ്യന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ്, വീടുകളുടെ എണ്ണത്തിലുള്ള വർധനവ്, മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളുടെ വർധനവ്, ഇതെല്ലാം നമ്മൾ പരിഗണിച്ച് നോക്കിയാൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനോ വെള്ളം താഴ്ന്നു പോകുന്നതിനോ ഒന്നും ഒരു സ്ഥലം പോലും നമ്മൾ പാഴാക്കി കളയാതെ ഒരു വലിയ പട്ടണം പടുത്തുയർത്തിയത്. പല പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ചെന്നൈ. നമ്മൾ കണ്ടു 10ഉം 16ഉം നിലയുള്ള കെട്ടിടങ്ങളുടെ ഉടമസ്ഥർ, കോടിക്കണക്കിന് ബാങ്കിൽ കിടക്കുന്ന ആളുകൾ, നിരവധി കാറുകൾ, കാർ പോർച്ചിൽ കിടക്കുന്ന ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി 16 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മുകളിലേക്ക് കൈ ഉയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഒരു നമ്മുടെ ഭൂമി തന്നെ ഈ നിലയിൽ എത്ര കാലം കാണും എന്ന് ഞാൻ പ്രസംഗിച്ചാൽ നിങ്ങൾ പലരും ഒരു അതിശയോക്തിയായിട്ട് കരുതും. ഒരു പരിസ്ഥിതി പ്രശ്നങ്ങളെ ഗൗരവത്തോട് വീക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആഗോളതാപനം എന്ന് പറയുന്ന പ്രക്രിയ ചെന്നൈ പ്രളയത്തിൽ പോലും ഇപ്പോഴുള്ള പോക്ക് വളരെ ചെറിയ ശാസ്ത്രമാണ്. നമുക്കത് ഇപ്പോ സാറിവിടെ പറഞ്ഞു, നമ്മളിപ്പോ പലപ്പോഴും വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഞെട്ടുകയും ടെൻഷൻ അനുഭവിക്കുകയും നമ്മുടെ ഷുഗറും പ്രഷറും ഒക്കെ കൂട്ടുകയും യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ വരെ എത്തത്തില്ല. നമുക്ക് അത്രയും നമ്മുടെ ചിന്തയ്ക്ക് അത്രയും വ്യാപ്തി ഇല്ലാത്തത് കൊണ്ടാണ്. ചടങ്ങിൽ പ്രശസ്ത കവി ഗിരീഷ് പുലിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ G. ജയപ്രകാശ്, വൈസ് പ്രസിഡന്റ് ജോസ് K. ഡൊമിനിക്, ജനമൈത്രി പോലീസ് CRO S. ശശിധരൻ, സുഭാഷ് ബാബു എന്നിവർ സംസാരിച്ചു. പുനലൂർ മുനിസിപ്പൽ ചെയർമാൻ MA രാജഗോപാലിന്റെയും വാർഡ് കൌൺസിലർ G. ജയപ്രകാശിന്റെയും കരിക്കത്തിൽ പ്രസേനൻ അനുമോദിച്ചു. അവയവദാന സമ്മതപത്ര സമർപ്പണവും മെഡിക്കൽ ക്യാമ്പും പൊതുയോഗത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചത് കോട്ടവട്ടം ആനിവിലാസത്ത് ജോജോ. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ഭരണകൂട തലത്തിൽ അഴിമതി വർദ്ധിച്ചതായി KB ഗണേഷ് കുമാർ MLA. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെയും വിമർശനം. സമീപവാസി വഴി തടസ്സപ്പെടുത്തിയെന്ന പരാതിയുമായി വീട്ടമ്മ രംഗത്ത്. വഴി തടസ്സപ്പെടുത്തിയതോടെ കാർ റോഡിലിറക്കാൻ കഴിയാതായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.